So good evening teachers once again. ആദ്യം തന്നെ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് തന്നെ വാട്ട് ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ക്ലേ ഇസ് എ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ദാറ്റ് യു ക്യാൻ യൂസ്. ഇത് സെൻസോറിയൽ ആകാം, എന്ത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളൂ. യു വിൽ ഹാവ് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്. കാരണം പിള്ളേർ കൂടുതലും പഠിക്കും. You can test it on yourself, your children. You will understand the benefits of this. So clay കൊണ്ട് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ പെൻസിൽ ഗ്രിപ്പൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. സോ മാക്സിമം കുട്ടികളെ കൊണ്ട് ഇതേപോലെ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത് കൂടാണ്ട് തന്നെ ഇതെങ്ങനെ ലേണിംഗ് മെറ്റീരിയൽ ആക്കും എന്നുള്ളതല്ലേ പറഞ്ഞുതരാം. സോ നമ്മൾ ജസ്റ്റ് ക്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ടോപ്പിക്കിനും നിങ്ങൾ ക്ലേ യൂട്ടിലൈസ് ചെയ്തോളൂ. ടു ഗുഡ്. ഓക്കെ, സോ ഇതൊരു ബേസിക് പ്രാക്ടീസ് ആണെന്ന് വിചാരിക്കും. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. സോ ഇതിൻ്റെ അകത്ത് യു ക്യാൻ ഗിവ് ദം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചെറിയ വടിയോ എന്തെങ്കിലും ചെറുത്, സ്മോൾ ലിറ്റിൽ ബിറ്റ് പെൻസിൽ തന്നെ കൊടുത്താലും മതി. വെറുതെ ഇതിൻ്റെ അകത്ത് വരയ്ക്കാനായിട്ട് പറയുക. ദാറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും പെൻസിൽ ഗ്രിപ്പ് കൂടും. കാരണം ഒരു ഗിവ് ആൻഡ് ടേക്ക് പുഷ് ആൻഡ് പുൾ ഉണ്ടല്ലോ, ഒരു ഗ്രിപ്പ് കിട്ടും ബേസിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ നിങ്ങൾ ക്ലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മണ്ണോ, അതായത് ലൂസായിട്ടുള്ള മണ്ണോ അല്ലെങ്കിൽ കുറച്ച് മൈദ മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും വെരി ലൂസ് റവ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ഇട്ടിട്ട് വേഗം നമ്മളിങ്ങനെ വരയ്ക്കാനായിട്ട് പറയുക. അപ്പോൾ കുറച്ചും കൂടി ലൈൻസ് വേഗം സ്ക്വിഗിളി ആവും. കാരണം അതിന് വലിയ പുഷും പുള്ള് എന്നുള്ള ആ ഒരു ഫോഴ്സ് ഇല്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മുന്നിലോട്ടും പിന്നിലേക്കും നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. പുഷ് പുൾ മോഷൻ ഇതിൻ്റെ അകത്തുണ്ട്, ഒപ്പോസിങ് ഫോഴ്സസ് എന്നുള്ള രീതിയിൽ ഫ്രിക്ഷൻ. സോ ക്ലേ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ദാറ്റ് യു ക്യാൻ യൂട്ടിലൈസ് ഇൻ ക്ലാസ് സെറ്റിങ്സ്. പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നല്ലതായിരിക്കും. ഓക്കെ, എൻഗേജിങ് ആയിരിക്കും എന്ന് മാത്രമല്ല, all activities can be done with clay. So just introducing clay to you.